ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ കുറച്ച് ഈഗോ നിറഞ്ഞതും കുറച്ച് മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ളതും പിന്നെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതുമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനർജി നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് ഇവരോട് ഉള്ളത് എങ്കിൽ നിങ്ങളോട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ട്, മാനിപ്പുലേറ്റിംഗ് ഉണ്ട്, ഇവരുടെ മൂഡും മോശമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വഴക്കിടാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഫുൾ മൂണിൻ്റെ ആണ്. ഫുൾ മൂണിൻ്റെ ആ ഒരു ടൈമിൽ നമ്മളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. അതിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കും. മൂക്കിൻ്റെ തുമ്പത്തായിരിക്കും ഇന്നത്തെ ദിവസം ഇവർക്ക് ദേഷ്യം. ആരിവരോട് വഴക്കിടാൻ പോയാലും അവർക്ക് നല്ലത് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത്രമാത്രം ദേഷ്യത്തിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷൻസ് എല്ലാം മറച്ചു വെച്ച് നിങ്ങളോട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് നിങ്ങളോട് ട്രൂ ഫീലിങ്സ് ആണ് ഉള്ളത് എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ഇമോഷൻസ് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഇപ്പോൾ ഇവരുടെ ആ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജിയിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് ഇവർ ട്രൂ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് കാണിക്കാതെ എല്ലാം മറച്ചു വച്ചേക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളാണ്. കാരണം ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അത് ഉറപ്പായിട്ടും സംഭവിക്കും, അതിന് ഞാൻ സ്വന്തമാക്കും എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഏത് രീതിയിലായാലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യം, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യം നടപ്പിലാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർക്ക് തോന്നും നിങ്ങളുമായിട്ട് എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് ഒരു തോന്നൽ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് ഒബ്സസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ പേഴ്സണെതിരെയായിട്ട് എന്നെ എന്തിനാണ് ഇങ്ങനെ മാനിപ്പുലേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, എന്തിനാണ് എൻ്റെ പേഴ്സണിൽ നിന്ന് എന്നെ ദൂരെ മാറ്റി നിർത്തുന്നത്, എന്തിനാ അകറ്റാൻ നോക്കുന്ന ആൾക്കാർ എന്നുള്ള തോന്നൽ ഇവർക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്ക് ശാന്തമായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 24 മണിക്കൂറും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർക്ക് ഇന്നത്തെ ദിവസം തോന്നുന്നത് ഒറ്റയ്ക്കിരിക്കണം, ഒറ്റയ്ക്കിരുന്ന് അവരുടെ പേഴ്സണെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അത് മതി എനിക്ക് എന്ന് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു തേർഡ് പാർട്ടി ഇന്നത്തെ ദിവസം റിലീസായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി ഇവരെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവർ അവരോട് വഴക്കിട്ട് റിലീസിങ്ങിൻ്റെ ആ വൈബ്രേഷനിൽ എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോപ്പ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാരണം എന്ത് നിർണയം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും ഉണ്ടാകുക. അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് നിങ്ങൾ അത്രമാത്രം ഇഷ്ടമാണ്, നിങ്ങൾ അത്രമാത്രം മിസ് ചെയ്യണം. 24 മണിക്കൂറും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഇന്ന് തെറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഇവരോട് കൺട്രോൾ ചെയ്യാൻ പോകും, മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ പോകും. അപ്പോൾ അത് ആ ഒരു തെറ്റ് കാരണം തേർഡ് പാർട്ടി ഇന്ന് റിലീസായി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ഇന്നത്തെ ദിവസം മൂഡ് ശരിയല്ലെങ്കിലും നിങ്ങളോട് വഴക്കിട്ടാലും, പക്ഷേ തേർഡ് പാർട്ടിക്ക് ഇന്നത്തെ ദിവസം വളരെ മോശമായിട്ടുള്ള ആ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ മൂഡ് മോശമായതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവരോട് എടുത്തടിച്ച് പറയരുത്. പെട്ടെന്ന് ദേഷ്യം വരും അവർക്ക് അത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. ഇവരുടെ ആ ഒരു എനർജി ഒന്ന് നേരെ ആയതിനു ശേഷം നിങ്ങൾ എന്താണോ തോന്നുന്നത് അത് പറയുക. ഇപ്പോൾ ഇവരുടെ എനർജി വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സംയമനം പാലിക്കുക. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ആരാണോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവരിൽ നിന്ന് ഇവർ ദൂരെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എക്സ്പെഷ്യലി ഫാമിലി ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാരേജ് പറഞ്ഞ്, അതായത് മാരേജ് നമ്മൾ പറയുന്ന ആളെ നിങ്ങൾ മാരേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫാമിലിയുമായിട്ട് ഇന്ന് അകലുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു ടൈം പീരീഡിൽ ആരുടെയും പ്രഷർ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇവരെ പ്രഷർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ഇവർ വഴക്കിടുന്നതായിട്ടും ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ആരുടെയും ഗൈഡൻസോ ആരുടെ ഒപ്പീനിയനോ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് ആക്ഷൻ എടുക്കണമെന്ന് അറിയാം. അപ്പോൾ ഇവരെ ആരോരും കൺട്രോൾ ചെയ്യേണ്ട, ഇവർക്ക് എല്ലാ കാര്യവും അറിയാം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ എനർജി നിങ്ങൾക്ക് ഫേവറായിട്ടാണുള്ളത്, കുറച്ച് ഹെവി എനർജിയാണ്. പക്ഷേ ഈ ഒരു എനർജിയിലുള്ള ചേഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം.
കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ 3 ചക്രാസ് ഇവിടെ ബ്ലോക്കേജസ് കാണാൻ സാധിക്കുന്നു. റൂട്ട് ചക്ര, സൈക്രൽ ചക്ര, സോളാർ പ്ലെക്സിസ് ചക്ര, ഈ 3 ചക്രാസ് ബ്ലോക്കേജസ് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ട്രിഗർ ആയിരിക്കും ലഭിക്കുന്നത്. ഇനി റൂട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും, എൻ്റെ ഫാമിലി ഇവിടെ സാഹചര്യം ഇപ്പോൾ ശരിയല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓരോ ന്യായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഓരോ ന്യായങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ അവർ പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം, അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ മാരേജ് ചെയ്യാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എങ്കിൽ എൻ്റെ ഫാമിലിയുടെ കണ്ടീഷൻസ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്നത് ഞാൻ ഇന്നയാളെ കല്യാണം കഴിക്കണമെന്നാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല, ഇങ്ങനെയൊക്കെ ഓരോ ന്യായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ 3 കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക, അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങളോട് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇവരുടെ സൈക്രൽ ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കത്തില്ല, നിങ്ങളെ അംഗീകരിക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ആകർഷണം വച്ചുകൊണ്ട് തന്നെ വേറൊരു വ്യക്തിയുടെ കൂടെയും ഇവർ സംസാരിക്കുക, അവരുടെ മേലും ആകർഷണം വയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ ഇവർ സെൽഫിഷ് ആകും, അതായത് ഇവരുടെ കാര്യം മാത്രം നോക്കും, നിങ്ങളെ ഉപേക്ഷിക്കും, നിങ്ങൾ വലിയ കാര്യത്തിൽ ഇവർക്ക് വേണ്ടി കാത്തിരിക്കും. പക്ഷേ ഇവർ പറയും, എൻ്റെ വീട്ടുകാർ പറഞ്ഞ ആളെ എനിക്ക് മാരേജ് ചെയ്യാനാണ് ഇഷ്ടം, ഇല്ല എങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല, എന്തെങ്കിലും കമ്പാരിസൺ നിങ്ങളിൽ കുറവ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും. ഇതല്ല എങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ളവരായിരിക്കാം, അല്ല എങ്കിൽ അൺമാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ളവരായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ ചെറിയ കാര്യത്തിന് പോലും വഴക്കിടുന്നു, അവർ നിങ്ങളോട് അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറയുന്നു, ഭയങ്കരമായിട്ട് വഴക്ക് ഉണ്ടാക്കി നിങ്ങളെ വിഷമിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ, അല്ല എങ്കിൽ പിതൃദോഷം കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതായിട്ട്, ഇല്ല എങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുക, അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെ പിതൃദോഷം കൊണ്ട് വിഷമിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ, അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഏത് ചക്രാസാണോ ബ്ലോക്കേജസ് അതിന് വേണ്ടിയുള്ള ഹീലിംഗ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ ചക്രാസ് എല്ലാം ഹീലിംഗ് ആയിട്ട് ബ്ലോക്കേജസ് ഒന്നുമില്ല, ഹീലായിട്ടാണുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഒരു ഗൈഡൻസ്, സ്പിരിറ്റ് ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, ആത്മാക്കൾ തമ്മിൽ ഒന്നായവരാണ്, നിങ്ങളും ഇവരും ഒരു സോളാണ്, അങ്ങനെയൊക്കെയുള്ള തോന്നൽ, ഒരു ഗൈഡൻസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇവരോട് ആരോ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ സക്സസ് ഇവർക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എനിക്ക് ഈ ബന്ധത്തിൽ വിജയിക്കണം, ഈ ബന്ധത്തിൽ എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, എൻ്റെ പേഴ്സണിന് വേണ്ടി എനിക്ക് ആക്ഷൻ എടുക്കണം, എൻ്റെ പേഴ്സണും ഞാനും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല വേർപിരിഞ്ഞ്, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആലോചിച്ച് വെറിയൊന്നും ആവണ്ട, ഹോപ്പ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ ആദ്യം നോക്കാം. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷന് റൂട്ട് ചക്രയുടെ എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ നിങ്ങളുടെയും റൂട്ട് ചക്ര ഹീലായിട്ടുണ്ട് എങ്കിൽ സെലിബ്രേഷൻ ആയിരിക്കും സംഭവിക്കുക, ഹീലായിട്ടില്ല എങ്കിൽ ട്രിഗർ ആയിരിക്കും കിട്ടുക. ഇവിടെ ബ്ലോക്കേജസ് ആണ് ഉള്ളത് എങ്കിൽ അവർ എന്തെങ്കിലും ഒരു റീസൺ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല, മാരേജ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ റീസൺസ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ തൊട്ട് 30 മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളോട് പറയും, എൻ്റെ ഫാമിലി എന്താണോ എന്നോട് പറയുന്നത് അത് കേൾക്കും എന്നുള്ള രീതിയിൽ ഫാമിലിക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതേ റൂട്ട് ചക്ര ബ്ലോക്കേജസ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ബ്ലോക്കേജസ് ഇല്ലാത്തവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട്, അതായത് നിങ്ങളുടെ ഓടുള്ള ആ ഒരു സ്നേഹം കണക്കിലെടുത്ത് മറ്റുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു.
അതായത് ഫാമിലിക്കല്ല ഇവർ വാല്യൂ കൊടുക്കുന്നത്, നിങ്ങൾക്കാണ് വാല്യൂ കൊടുക്കുന്നത്, അങ്ങനെ ഒരു എനർജി. പേഴ്സണ് ഒരു ബ്ലോക്കേജസും ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. 3 നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് 8 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഇമോഷണൽ എനർജിയിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് റിലീസ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തോ വലിയൊരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇമോഷണലായിട്ട് വിഡ്രോ ചെയ്യുന്നതായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണൽ ആയിട്ടുള്ള സഫറിങ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സഫറിങ് ഇവർക്ക് ലഭിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. ഇവിടെ നിങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ ഈ ഒരു സഫറിങ് ഇവർ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വിശ്വസിനെ പൂർണ്ണമാക്കണമെങ്കിൽ ഇവർക്ക് സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത്. ഈ ടൈം പീരീഡിൽ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഏഞ്ചൽ ഗൈഡൻസ് എന്തെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനാണ്. പിന്നെ സെക്കൻഡ് പറയുന്നത് ശരിയായ ടൈമാണ് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കരിയറിലായാലും ലവ് ലൈഫിലായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് വെറി ആവണ്ട എന്നും ഏഞ്ചൽസ് പറയുന്നു. നോ നീഡ് ടു വെറി. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.